നമ്മളെല്ലാവരും വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ ഒരു വീട് വയ്ക്കാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ ആദ്യം നമുക്കറിയാം ഫസ്റ്റ് വേണ്ടത് ഒരു 2D പ്ലാനാണ്. അപ്പോൾ എല്ലാവരുടെയും സംശയമാണ്, ഒരു 2D പ്ലാൻ വരയുമ്പോൾ 2D ഫ്ലോർ പ്ലാൻ അല്ലെങ്കിൽ ആർക്കിടെക്ചർ പ്ലാൻ മാത്രം വരഞ്ഞാൽ മതിയോ, അത് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സ്ട്രക്ചറൽ ഡ്രോയിങ് ആരാണ് വരേണ്ടത്, അതുപോലെ തന്നെ ഒരു സിവിൽ എഞ്ചിനീയറെ കൊണ്ട് അല്ലെങ്കിൽ ഒരു കോൺട്രാക്ടറെ കൊണ്ട് പ്ലാൻ വരപ്പിക്കണോ, അതൊരു ആർക്കിടെക്ചറൽ ഫേമിനെ ഏൽപ്പിച്ചിട്ട് ഫുള്ളായിട്ടൊരു പ്ലാൻ വരയണോ, അങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട്. ഈ ഒരു വീഡിയോ ഫുള്ളി കാണുന്നതിലൂടെ ഈ ഒരു ഡൗട്ട്സ് എല്ലാം ക്ലിയർ ആവുന്നതാണ്. ഫസ്റ്റ് വണ്ണ് നമ്മൾ പെർമിറ്റ്, അതുപോലെ തന്നെ ഒരു B ക്ലാസ് ലൈസൻസ് ഉള്ള ഏതൊരു എഞ്ചിനീയർക്കും നമുക്ക് ഒരു 3000 സ്ക്വയർ ഫീറ്റിൻ്റെ താഴെയുള്ള 3000 സ്ക്വയർ ഫീറ്റ് വരെയുള്ള പ്ലാന് നമുക്ക് പെർമിറ്റ് എടുക്കാവുന്നതാണ്. ഫസ്റ്റ് പ്ലാൻ വരയുമ്പോൾ തന്നെ നമ്മൾ ഒന്നില്ലെങ്കിൽ സൈറ്റ് കാണുക, അല്ലെങ്കിൽ സൈറ്റ് പ്ലാൻ, അല്ലെങ്കിൽ നമ്മൾ പ്ലോട്ടിൻ്റെ സ്കെച്ച് ഓൾറെഡി നീളവും വീതിയും ഡയറക്ഷനും മാർക്ക് ചെയ്ത സ്കെച്ച് നമ്മൾ എല്ലാവരും ഓൾറെഡി ഒരു പ്ലോട്ട് വാങ്ങാൻ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആധാരത്തിൻ്റെ ഒപ്പം പിൻ ചെയ്ത് കിട്ടാറുണ്ട്. ആ ഒരു പ്ലോട്ടിൻ്റെ സ്കെച്ച് വെച്ചിട്ട് ആണ് നമ്മൾ പ്ലാൻ വരയുന്നത്. ഇപ്പോൾ ഒരു ലെവലായിട്ടുള്ള ഒറ്റ നിരപ്പിലായിട്ടുള്ള സ്ഥലമാണെങ്കിൽ പ്ലോട്ടിൻ്റെ സ്കെച്ച് മതി നമുക്ക് പ്ലാൻ വരയാൻ വേണ്ടിയിട്ട്. ഇനിയല്ല പല ലെവലായിട്ട് സ്റ്റെപ്പായിട്ട് ലെവൽ മാറിക്കൊണ്ടിരിക്കുന്നതാണെങ്കിൽ നമുക്ക് പ്ലോട്ട് ഒന്ന് വിസിറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് പ്ലാൻ വരയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ മെയിനായിട്ട് നമുക്ക് പ്ലാൻ വരയാൻ ഫസ്റ്റ് വേണ്ടത് പ്ലോട്ടിൻ്റെ സ്കെച്ച്, അതായത് അതിരുകളെല്ലാം മാർക്ക് ചെയ്ത സ്കെച്ചാണ് വേണ്ടത്. ഇപ്പോൾ നമ്മളെ പഞ്ചായത്ത് റൂള് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ റൂൾ പ്രകാരം ഫ്രണ്ട് നമുക്ക് എത്ര ഗ്യാപ്പ് വിടണം, സൈഡ് എത്ര വിടണം, ബാക്ക് എത്ര വിടണം എന്ന് നമുക്കൊരു സ്കെച്ച് കണ്ടതിന് ശേഷം മാത്രമാണ് തീരുമാനിക്കാൻ പറ്റുള്ളൂ. എന്നിട്ടാണ് നമ്മളൊരു പ്ലാന് വരയുന്നത്. പിന്നീട് ഫസ്റ്റ് നമ്മൾ ഒരു പ്ലാൻ വരയുമ്പോൾ നോക്കേണ്ടത് ബഡ്ജറ്റാണ്. ഇപ്പോൾ ഒരു എത്ര ബഡ്ജറ്റാണ് ക്ലയൻറ്റിന് ആവശ്യം, അതുപോലെ തന്നെ ക്ലയൻറ്റ് റിക്വയർമെൻറ്റ്. ഇപ്പോൾ ഓൾറെഡി എത്ര ബെഡ്റൂം വേണം. ഇപ്പോൾ ചില ക്ലയൻറ്റ്സ് പറയാറുണ്ട്, ഇപ്പോൾ നമുക്കൊരു 4 ബെഡ്റൂം 1500 സ്ക്വയർ ഫീറ്റിൽ ചെയ്യാൻ പറ്റും. അതിനനുസരിച്ചുള്ള റൂം സൈസ് ആണൊക്കെയാണ് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു 10x10 ഫീറ്റിൻ്റെ റൂമിൻ്റെ താഴെയാണ് നമുക്ക് 4 റൂം എടുക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു 1500 സ്ക്വയർ ഫീറ്റിലെല്ലാം 4 റൂം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബഡ്ജറ്റാണ് മെയിനായിട്ടൊരു ഫാക്ടർ. ഇപ്പോൾ നമുക്കൊരു 25 ലക്ഷത്തിന് ഫുൾ ഫിനിഷ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമുക്കൊരു 1500 സ്ക്വയർ ഫീറ്റിന് താഴെ മാത്രമാണ് നോക്കാൻ പറ്റുകയുള്ളൂ. അതുപോലെ ഒരു 35-40 ലക്ഷത്തിൻ്റെ ഉള്ളിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു 2000 സ്ക്വയർ ഫീറ്റിലൊക്കെ നമുക്കൊരു വീടെല്ലാം പ്ലാൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ മെയിനായിട്ട് ഫസ്റ്റ് വണ്ണ് ബഡ്ജറ്റാണ്. ബഡ്ജറ്റിനനുസരിച്ചിട്ട് നമ്മൾ പ്ലോട്ടിൻ്റെ സ്കെച്ചും നോക്കി, ഇപ്പോൾ നമ്മൾ മുനിസിപ്പാലിറ്റിയിലുള്ള റൂൾ പ്രകാരം അല്ലെങ്കിൽ പഞ്ചായത്ത് റൂൾ പ്രകാരം സെയിം തന്നെയാണ് സെറ്റ് ബാക്ക് വരുന്നത്. ഫ്രണ്ട് ഒരു 3 മീറ്ററും സൈഡ് നമ്മൾ 1.20 1 മീറ്ററും മിനിമം, അല്ലെങ്കിൽ ബാക്ക് ഒരു 1.5 മീറ്ററെങ്കിലും വിട്ടാൽ മാത്രമാണ് നമുക്കൊരു പെർമിറ്റ് കിട്ടുക. അപ്പോൾ ഒരു സെറ്റ് ബാക്കിനനുസരിച്ചിട്ട് നമ്മൾ ഈ ഒരു റിക്വയർമെൻറ്റ് അനുസരിച്ച് മെയിനായിട്ട് ബഡ്ജറ്റ് അനുസരിച്ചിട്ട് ഒരു പ്ലാൻ ചെയ്യണം. അതാണ് മെയിനായിട്ട് ഫസ്റ്റ് ഫാക്ടറായിട്ട് വരുന്നത്. ബഡ്ജറ്റിനനുസരിച്ചുള്ള പ്ലാൻ തന്നെ ആവണം. അല്ലെങ്കിൽ നമ്മളൊരു 1500 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ ഒരു 25 അല്ലെങ്കിൽ 30 ലക്ഷത്തിന് തീർക്കാൻ പറ്റുന്ന നമ്മൾ 2500 സ്ക്വയർ ഫീറ്റ് വരഞ്ഞു കഴിഞ്ഞാൽ അത് ഫുൾ ഫിനിഷ് ആവില്ല. നെക്സ്റ്റ് വണ്ണാണ് നമ്മൾ വാസ്തു. നോർമലി ഒരു പ്ലാൻ വരയുമ്പോൾ തന്നെ നോർമൽ ഒരു ബേസിക് വാസ്തു നോക്കിയിട്ടാണ് എല്ലാ എഞ്ചിനീയേഴ്സും പ്ലാൻ വരയുന്നത്, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോർമലി വാസ്തു നോക്കരുത്, അല്ലെങ്കിൽ നമ്മൾ മുസ്ലിംസ് ആണെങ്കിൽ വാസ്തു നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ എല്ലാവരും വാസ്തു നോക്കരുത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കിച്ചൻ്റെ പൊസിഷൻ വരുന്നത്, അതുപോലെ തന്നെ ടോയ്ലറ്റ്, അതുപോലെ തന്നെ മാസ്റ്റർ ബെഡ്റൂം, നമ്മൾ ബേസിക് ആയിട്ട് ഇപ്പോൾ നമ്മൾ നോർമൽ വാസ്തു കോല് കണക്കിലൊക്കെയാണ് വരിക. 48 കോല് 62 കോല് ആ കണക്കിനാണ് വരിക. അങ്ങനെയല്ല പറയുന്നത്. ഒരു എഞ്ചിനീയറിംഗ് കൺസെപ്റ്റ് വെച്ചിട്ടൊരു നോർമൽ കിച്ചൻ്റെ പൊസിഷനും അതുപോലെ തന്നെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ പൊസിഷനും ഒക്കെ നമ്മൾ ആ ഒരു പൊസിഷനിൽ തന്നെയാണ് കൊടുക്കാറ്. ഇപ്പോൾ സാധാരണ ഒരു നോർത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റ്, ഈ 3 ഡയറക്ഷനിലാണ് നമ്മൾ കിച്ചൺ കൊടുക്കാറ്. അപ്പോൾ നോർത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ ഈ ഫ്രണ്ടിലായിട്ട് റൈറ്റ് സൈഡ് തന്നെ കിച്ചൺ വേണം, വാസ്തു നോക്കണ്ട എന്ന് പറഞ്ഞാലും നമ്മൾ ആ ഒരു ഡയറക്ഷനിൽ തന്നെയാണ് കൊടുക്കാറുള്ളൂ മാക്സിമം. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈസ്റ്റ് ഫേസ് ചെയ്ത് സ്റ്റൗവ്, അതുപോലെ തന്നെ അല്ലെങ്കിൽ അടുപ്പ് ഈസ്റ്റ് ഫേസ് ചെയ്തിട്ടൊക്കെയാണ് കൊടുക്കാറ്. അത് നമ്മൾ നോർമൽ വാസ്തു ബേസിക് വാസ്തു എന്തായാലും നോക്കിയിട്ട് തന്നെയാണ് ഒരു പ്ലാൻ വരയാൻ പറ്റുള്ളൂ. അല്ലാതെ നോക്കണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു പൊസിഷനിൽ കാര്യങ്ങൾ ബേസിക് ആയിട്ട് കൊടുക്കാവുന്ന കാര്യങ്ങൾ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഇനി ഡീപ്പായിട്ട് ഫുൾ വാസ്തു നോക്കിയിട്ട് ചെയ്താൽ മതി എന്നാണെങ്കിൽ നമ്മൾ ആദ്യം ഒരു പ്ലാൻ വരിക, 2D പ്ലാന്. എന്നിട്ട് നമ്മൾ കുറ്റിയടിക്കണ ആശാരി അല്ലെങ്കിൽ അവരെ കൊണ്ടുപോയിട്ട് ഈ പ്ലാന് കാണിക്കുമ്പോൾ അവർ ചെറുതായിട്ട് എന്തെങ്കിലും ഈ കോല് കണക്കിലുള്ള വ്യത്യാസങ്ങൾ, ഒരു നീളവും വീതിയിലും 10 സെൻറ്റിമീറ്ററോ അങ്ങനെ എന്തെങ്കിലും വ്യത്യാസം വരുത്തിയിട്ട് നമുക്ക് ഒരു പ്രിൻ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളതൊന്നുകൂടി കറക്റ്റ് ചെയ്തിട്ടാണ് ഫൈനൽ പ്ലാൻ ആക്കാറ്. പിന്നെ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ഏറ്റവും മെയിനായിട്ട് വരുന്ന ഒരു ഏരിയയാണ് ബെഡ്റൂംസ്. ഇപ്പോൾ നോർമലി ഞാൻ പറഞ്ഞ പോലെ ഒരു 1500 സ്ക്വയർ ഫീറ്റിൽ 4 റൂമെല്ലാം ചെയ്യണം എന്ന് പറഞ്ഞാലും നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു
10 ഫീറ്റിൻ്റെ താഴെയാണ് വരാൻ പാടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു സ്പേസ് തോന്നിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഡ്രസ്സിങ് സ്പേസ് ചെറുതായിട്ട് ടോയ്ലറ്റിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിട്ട് ഒരു 2 ഡോറ് വാർഡ്രോബ് എല്ലാം കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ കൊടുക്കും. അപ്പോൾ നമ്മൾ ബെഡ്റൂമിൻ്റെ അകത്ത് വാർഡ്രോബ് അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും വരാത്തതുകൊണ്ട് റൂം ഇത്തിരി സ്പേസ് ആയിട്ട് തോന്നും. ഇപ്പോൾ നോർമൽ സ്റ്റാൻഡേർഡ് സൈസിൽ ഒരു മാസ്റ്റർ ബെഡ്റൂം ഒരു 12x13 ഫീറ്റൊക്കെയാണ് നമ്മൾ നാട്ടിൽ കൊടുക്കാറ്. ഈ പറഞ്ഞ പോലെ ഒരു നോർമൽ ബെഡ്റൂം പറഞ്ഞാൽ 10x11 അല്ലെങ്കിൽ 10x10 ഫീറ്റിൻ്റെ ഒക്കെ അകത്താണ് ഒരു നോർമൽ ബെഡ്റൂമും കൊടുക്കാറ്. ഈ ഒരു നോർമൽ ബെഡ്റൂമിലും സ്പേസ് തോന്നിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡ്രസ്സിങ് സ്പേസ് ആയിട്ട് കൊടുത്ത് ടോയ്ലറ്റിൻ്റെ ഫ്രണ്ടിലായിട്ട് കൊടുത്തിട്ട് അവിടെ നമ്മൾ ഒരു 2 ഡോർ വാർഡ്രോബൊക്കെ മതിയെങ്കിൽ അവിടെ വാർഡ്രോബ് അല്ലെങ്കിൽ ഡ്രസ്സിങ് ഏരിയ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റൂം ഇത്തിരി വലുപ്പമുള്ള പോലെ തോന്നും. അതുപോലെ തന്നെ മെയിനായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ബേ വിൻഡോ. ഇപ്പോൾ എല്ലാവരും ബെഡ്റൂമിലൊരു ബേ വിൻഡോ സ്പേസ് കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്കൊരു സെപ്പറേറ്റ് ഒരു സോഫ അല്ലെങ്കിൽ ഒരു ചെയർ സിറ്റിംഗ് സ്പേസിൻ്റെ ആവശ്യം വരുന്നില്ല. ആ ഒരു ബേ വിൻഡോ കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം റൂമിന് ഭംഗിയും അതുപോലെ തന്നെ അവിടെ ഒരു ഇരിക്കാനുള്ള സ്പേസും കാര്യങ്ങളും ഒരു 2-3 പേർക്ക് ഇരിക്കാനുള്ള ഒരു സ്പേസും കാര്യങ്ങളും കിട്ടുകയും ചെയ്യും. അപ്പോൾ റൂമിന് ഇത്തിരി ഒരു വലിപ്പം തോന്നിക്കുകയും ചെയ്യും. ഈ ഒരു ബേ വിൻഡോ എന്ന് പറയുന്നത് നമ്മൾ ഏരിയ പെടാത്ത കാര്യമാണ്. അതായത് നമ്മൾ ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്യില്ല. നമ്മൾ വിൻഡോൻ്റെ താഴ്ഭാഗത്ത് ഒരു സ്ലാബ് ചെയ്ത് ടോപ്പിലെ സ്ലാബും അതുപോലെ തന്നെ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഒരു ഷോവാൾ കൊടുത്ത് വിൻഡോ പുറത്തോട്ട് ഇറക്കിയിട്ട് ഒരു 40 സെൻറ്റിമീറ്ററൊക്കെ പുറത്തോട്ട് ഇറക്കിയിട്ട് ഒരു ബോക്സ് ടൈപ്പാണ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് ഏരിയ അതായത് സ്ക്വയർ ഫീറ്റിൽ ഈ ഒരു ഏരിയ പുറത്തോട്ട് വരുന്നത് കൂട്ടാറില്ല. പക്ഷെ നമ്മളൊരു 5 സെൻറ്റ് സ്ഥലമാണ്, സൈഡൊക്കെ 1 മീറ്ററാണ് ഗ്യാപ്പ് ഇട്ടിട്ടുള്ളെങ്കിൽ നമുക്ക് പുറത്തോട്ടുള്ള ബേ വിൻഡോ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അകത്തോട്ടായിട്ട് ബേ വിൻഡോ സെറ്റ് ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് നമ്മൾ മെയിനായിട്ട് നോക്കുന്ന കാര്യമാണ് ഒരു ഫർണിച്ചർ ലേഔട്ട്. അപ്പോൾ നമ്മളൊരു പ്ലാൻ ഔട്ട്ലൈൻ ചെയ്യുമ്പോൾ തന്നെ ഒരു എഞ്ചിനീയർ ആണെങ്കിലും ആരാണെങ്കിലും പ്ലാൻ ചെയ്യുമ്പോൾ ഫർണിച്ചർ ലേഔട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒരു ലിവിങ് സ്പേസിലാണെങ്കിലും ഡൈനിങ് സ്പേസിലാണെങ്കിലും ഇപ്പോൾ ഒരു 6 സീറ്ററോ മിനിമം ഒരു 6 സീറ്റർ സോഫ സെറ്റ് അറേഞ്ച് ചെയ്യാവുന്ന ടൈപ്പിലാണ് നമ്മൾ ഒരു ലിവിങ് ഏരിയ അറേഞ്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് വാളിലായിട്ട് ഒരു TV യൂണിറ്റോ അല്ലെങ്കിൽ നമ്മൾ മെയിൻ ഡോർ തുറക്കുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് TV യൂണിറ്റ് കൊടുക്കുമ്പോൾ ഇത്തിരി കൺസീൽഡ് ആയിട്ടൊക്കെയാണ് കൊടുക്കാറ്. അതുപോലെ തന്നെ ഒരു ഡൈനിങ് ഏരിയ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റെയറിൻ്റെ സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ചെയർ ഇട്ടിരുന്നാലും ഒരു കൺജഷൻ ഫീൽ ചെയ്യാത്ത തരത്തിൽ സ്പേസ് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ അറിഞ്ഞിട്ടാണ് നമ്മൾ ചെയർ. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ പ്ലാനിൽ ഇവിടെ ഡൈനിങ് ടേബിൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സ്റ്റെയർ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് നടന്നു പോകാനുള്ള ഗ്യാപ്പ് കാര്യങ്ങൾ പാസേജ് സ്പേസ് കുറവാണ്. അപ്പോൾ കുറച്ചൊന്ന് ഡൈനിങ് ഏരിയ പുറത്തോട്ടിടുക അല്ലെങ്കിൽ ഒരു 4 സീറ്റർ ഡൈനിങ് ആണ് ഇവിടെ പറ്റുള്ളൂ. അതാണ് മെയിൻ പ്രോബ്ലം ഫർണിച്ചർ ലേഔട്ടിൻ്റെ. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു നടുമുറ്റം സ്റ്റൈലുള്ള വീടൊക്കെയാണ് ഉദ്ദേശിക്കണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ പില്ലേഴ്സ് കൊടുത്ത് എത്ര സൈഡ് ഓപ്പൺ ചെയ്യണം, അതുപോലെ തന്നെ സിറ്റിംഗ് ഏരിയ ആണോ ചുറ്റും കാണുന്നത്, അതിനനുസരിച്ചുള്ള പാസേജ് സ്പേസ് എല്ലാം കൊടുത്തിട്ട് മാത്രമാണ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഇൻറ്റീരിയർ വൈസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു കൺജഷൻ ഫീൽ ചെയ്യില്ല, അല്ലെങ്കിൽ പിന്നീട് നമ്മൾ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ ടോയ്ലറ്റിൻ്റെ കാര്യം എടുക്കുമ്പോൾ തന്നെ ടോയ്ലറ്റ് ഇപ്പോൾ വാഷ് ബേസിൻ അതുപോലെ തന്നെ WC ഇപ്പോൾ നമ്മൾ ടോയ്ലറ്റ് എടുക്കുക കൺസീൽഡ് ആയിട്ടാണ് ഇപ്പോൾ എല്ലാവരും ചെയ്യാറ്, വാൾ മൗണ്ട് WC. അത് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു പൊസിഷൻ കാണണം. അതുപോലെ തന്നെ ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള നീളം 2 മീറ്ററെങ്കിലും അല്ലെങ്കിൽ ഒരു 180 സെൻറ്റിമീറ്റർ എങ്കിലും നീളം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മളൊരു ഷവർ സ്പേസ് 3 ഫീറ്റ് വിട്ട് കഴിഞ്ഞാലും ഒരു 90 സെൻറ്റി അല്ലെങ്കിൽ ഒരു 80 സെൻറ്റി വിട്ടാലും ബാക്കി നമുക്ക് WCക്കും അതുപോലെ തന്നെ വാഷ് ബേസിനുള്ള സ്പേസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ മെയിനായിട്ട് ബാത്റൂം അറേഞ്ച് ചെയ്യുമ്പോൾ ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ സ്ക്വയർ ടൈപ്പ് എടുക്കാതെ നീളം കൂടി വീതി കുറഞ്ഞിട്ട് തന്നെ എടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് ഇതിനുള്ളൊരു സ്പേസ് അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ഇപ്പോൾ നമ്മൾ എല്ലാവരുടെയും ഡൗട്ടാണ് ഇപ്പോൾ ഡബിൾ ഹൈറ്റ്. ഇപ്പോൾ ലിവിങ് എല്ലാവരും ഡബിൾ ഹൈറ്റ് ആയിട്ട് എടുക്കും. ഡബിൾ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ മെയിൻ സ്ലാബ് ബ്ലാങ്ക് ആയിട്ട് ഇട്ടിട്ട് ഏറ്റവും ടോപ്പിൽ വരയ്ക്ക് ഡബിൾ ഹൈറ്റ് ആയിട്ട് കൊടുക്കുന്നത്. ഡബിൾ ഹൈറ്റ് എപ്പോഴും സ്ക്വയർ ഫീറ്റിൽ കൂട്ടും. ഓക്കെ, ഇനി സ്റ്റെയറിൻ്റെ ഏരിയ വരികയാണെങ്കിലും അവിടെ ഡബിൾ ഹൈറ്റ് സ്ക്വയർ ഫീറ്റിൽ കൂട്ടും. ഇനി ഡബിൾ ഹൈറ്റിൽ ആയിട്ടൊരു സ്ക്വയർ ഫീറ്റ് അതായത് സ്റ്റെയർ ഏരിയ ആഡ് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ്, അതായത് ഡബിൾ ഹൈറ്റ് അങ്ങനെ തന്നെ വെച്ചിട്ട് അവിടെ സ്റ്റീലിൻ്റെ സ്റ്റെയറോ കാര്യങ്ങളോ ആഡ് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് അത് കൂട്ടായിരിക്കുള്ളൂ. ഡബിൾ ഹൈറ്റ് എപ്പോഴും സ്ക്വയർ ഫീറ്റിൽ കൂട്ടും. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നതാണ് എലിവേഷൻ. ഇപ്പോൾ നമ്മൾ പ്ലാൻ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു, 2D പ്ലാൻ എല്ലാം ഫിക്സ് ആയി ഫൈനൽ ആയതിനു ശേഷം മാത്രം എലിവേഷനിലേക്ക് പോവുക. എലിവേഷൻ നമുക്കിപ്പോൾ ഒരു പ്ലാനിന് കണ്ടംപററി ഡിസൈൻ മാത്രമേ പറ്റുള്ളൂ എന്നില്ല. ഇപ്പോൾ നമ്മൾ ആ ഒരു മെയിനായിട്ട് എലിവേഷൻ കൂടി നോക്കിയിട്ടാണ് ഈ പ്ലാൻ വരിക. ഇപ്പോൾ ഒരു ട്രഡീഷണൽ ടൈപ്പുള്ള എലിവേഷൻ്റെ പ്ലാനല്ല നമ്മളൊരു ഈ പറഞ്ഞ പോലെ പൂമുഖം കാര്യങ്ങളെല്ലാം ഒരു ട്രഡീഷണൽ ടൈപ്പിൽ വരും. അതുപോലെയല്ല നമ്മളൊരു കണ്ടംപററി ടൈപ്പ് ഡിസൈൻ ചെയ്യുമ്പോൾ ചെയ്യാറ്. അപ്പോൾ എലിവേഷൻ മെയിൻ ഒരു പ്ലാനിന് ചിലപ്പോൾ കണ്ടംപററിയിലും ചെയ്യാം, കൊളോണിയൽ സ്റ്റൈലും ചെയ്യാം, കണ്ടംപററി സ്ലോ പ്രൂഫ് മിക്സറിലും ചെയ്യാം. അപ്പോൾ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് ബഡ്ജറ്റിന് അനുസരിച്ചിട്ടാണ് നമ്മൾ എലിവേഷനിലോട്ട് പോവുക. ഒരു ഫുള്ളി കണ്ടംപററി സ്റ്റൈലുള്ള എലിവേഷനൊക്കെ ആണെങ്കിൽ നമുക്ക് ഏറ്റവും ബഡ്ജറ്റായിട്ട് തന്നെ ചെയ്യാം. അതുപോലെ തന്നെ സ്ലോ പ്രൂഫ് മിക്സറെല്ലാം കയറുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ആ സ്ലോ പ്രൂഫിൻ്റെ ഒരു കോസ്റ്റ് ഇൻക്രീസ് ആവും.
അതുപോലെ തന്നെ ഒരു കൊളോണിയൽ അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ സ്റ്റൈലിലോട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും കോസ്റ്റ് കൂടിയിട്ട് തന്നെ വരും. കാരണം അതിൻ്റെ ഡ്രസ് വർക്ക് കാര്യങ്ങളിലെ റേറ്റ് എല്ലാം കൂടും. പിന്നെ നോർമലി 3D എലിവേഷൻ എടുക്കാനുള്ള റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സ്റ്റീരിയർ എലിവേഷൻ സാധാരണ ചില ആൾക്കാർ ഇപ്പോൾ ഫ്രണ്ടും ഒരു സൈഡും മാത്രം മതി എന്ന് പറയാറുണ്ട്. സാധാരണ നമ്മളൊരു 1000 സ്ക്വയർ ഫീറ്റിനൊക്കെ 2 രൂപ സ്ക്വയർ ഫീറ്റ് വെച്ചിട്ട് 2000 രൂപയാണ് വരാറ്, ഫ്രണ്ടും ഒരു സൈഡും. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കൊരു 2500 അല്ലെങ്കിൽ 3000 സ്ക്വയർ ഫീറ്റൊക്കെ എൻ്റെ വീടാണെങ്കിൽ നമ്മൾ ഫ്രണ്ടും ലെഫ്റ്റും റൈറ്റും ടോപ്പും ബാക്കും അങ്ങനെ മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ ഒരു 3 rupees per സ്ക്വയർ ഫീറ്റിനൊക്കെയാണ് ചെയ്യാറ് നോർമലി. ഓക്കെ, ഇതിൻ്റെ ഒപ്പം ചെറിയ മോഷൻ വീഡിയോ കൂടി ഇൻക്ലൂഡ് ആക്കി കൊടുക്കാറുണ്ട്. ചില ആൾക്കാർ ഈ മോഷൻ വീഡിയോ വരുമ്പോൾ റേറ്റ് കൂട്ടി പറയാറുണ്ട്. അങ്ങനെയൊക്കെയാണ് റേറ്റ് വരാറ് എക്സ്റ്റീരിയർ എലിവേഷൻ്റെ. നമ്മളെ യൂട്യൂബ് ചാനൽ തന്നെ 600-ൽ പരം പ്ലാനും 3Dയും ഒക്കെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ നിങ്ങളുടെ ചെയ്യണമെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫോൺ നമ്പർ നൽകിയിട്ടുണ്ട്. ഏറ്റവും മിതമായ നിരക്കിൽ തന്നെ ചെയ്യാം. അതുപോലെ തന്നെ ഇൻറ്റീരിയർ ഡിസൈൻ്റെ റേറ്റിലോട്ട് പോവുകയാണെങ്കിൽ ഇൻറ്റീരിയർ ഡിസൈൻ നമ്മൾ പെർ റൂമിന് 2000+ ഒക്കെയാണ് വാങ്ങാറ്. ഓക്കെ, ഇപ്പോൾ ഒരു 4 5 അല്ലെങ്കിൽ 6 7 റൂം ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ആ ഒരു റേറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട് പെർ റൂമിൻ്റെ. അതും മോഷൻ വീഡിയോ അടക്കമാണ് വരാറ്, ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ. ഓക്കെ, ഇതുപോലെ ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ പ്ലാൻ്റെ ഫർണിച്ചർ ലേഔട്ട് കൂടി കൊടുക്കുമ്പോൾ എന്തെങ്കിലും എഡിറ്റോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആഡ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഷോവാള് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഇത് പ്രകാരം ചെയ്യാവുന്നതാണ്. എപ്പോഴും 3D എലിവേഷനോ ഇൻറ്റീരിയർ ഡിസൈനോ ചെയ്യുമ്പോൾ പ്ലാൻ എന്തായാലും ഫൈനൽ ആയിരിക്കണം. അതായത് പ്ലാന് പ്ലിന്ത് ചേഞ്ച് ആവാൻ പാടില്ല. ഇപ്പം നമുക്ക് വിൻഡോസ് മാറ്റി ഫുൾ വിൻഡോ ആക്കാം, അല്ലെങ്കിൽ അതുപോലത്തെ കളർ ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ഷോവാൾ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഡിസൈൻ വൈസ് എന്തെങ്കിലും മാറ്റാം. സ്ക്വയർ ഫീറ്റിൽ ചേഞ്ച് വരുത്താൻ നോക്കരുത്. എപ്പോഴും പ്ലാൻ എപ്പോഴും ഫിക്സ് ആയി 100% ഓക്കെന് ശേഷം മാത്രമാണ് നമ്മൾ 3D എലിവേഷനോ ഇൻറ്റീരിയർ ഡിസൈനിലോ പോയിട്ട് കാര്യമുള്ളൂ. എപ്പോഴും നോർമലി ഒരു 3000 സ്ക്വയർ ഫീറ്റൊക്കെ താഴെയാണ് സ്ക്വയർ ഫീറ്റ് വരുന്നുള്ളെങ്കിൽ മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ടത് പ്ലാന്, 3D എലിവേഷൻ, ഇൻറ്റീരിയർ ഡിസൈന്. ഈ മൂന്നിനെയും പറ്റി പറഞ്ഞു. ഈ ഒരു ഇൻറ്റീരിയർ ഡിസൈൻ നമ്മൾ പ്ലാൻ വരയുമ്പോൾ തന്നെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു ലിവിങ് റൂം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സോഫ എങ്ങനെ അറേഞ്ച് ചെയ്യാം, 2D കാണുന്നേക്കാളും 3D ചെയ്യുമ്പോൾ നമുക്കൊരു ക്ലാരിറ്റി വരും. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ പോയിന്റ്സ് ഒന്നും മിസ്സാവില്ല. അതുപോലെ തന്നെ ഇപ്പോൾ മെയിൻ സ്ലാബിൽ തന്നെയാണ് സ്പോട്ട് ലൈറ്റും പ്രൊഫൈൽ ലൈറ്റും ഒക്കെ കൊടുക്കാറ്. അതായത് ജിപ്സം സീലിംഗ് ഏറ്റവും മിനിമലായി ചെയ്ത് അല്ലെങ്കിൽ ചെയ്യാതെ നമ്മൾ മെയിൻ സ്ലാബിൽ തന്നെയാണ് ഇട്ട് കൊടുക്കാറ്. അപ്പോൾ മെയിൻ സ്ലാബിൻ്റെ കോൺക്രീറ്റിംഗ് സമയത്തായിരിക്കും നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് എവിടെയൊക്കെയാണ് പോയിന്റ്സ് കൊടുക്കേണ്ടത് കറക്റ്റായിട്ട് ജംഗ്ഷൻ ബോക്സും കാര്യങ്ങളും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിൻ്റെ പോയിന്റ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ പ്രൊഫൈൽ ലൈറ്റ് ആണെങ്കിലും നമ്മൾ അതിൻ്റെ ഒരു ചോക്ക് സംഭവം വരും. ഇപ്പോൾ 240 വാട്ടിൻ്റെ ഡയറക്റ്റ് കൊടുക്കാവുന്ന പ്രൊഫൈൽ ലൈറ്റ് ആണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ചോക്ക് ഉള്ളതിനാണ് നമുക്ക് കൂടുതൽ കാലം നിൽക്കുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒക്കെ കൊടുക്കുമ്പോൾ അതിൻ്റെ പൊസിഷൻ കാര്യങ്ങൾ അതൊക്കെ നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്താൽ മാത്രമാണ്. ഇപ്പോൾ പാർട്ടീഷൻ വാളിൻ്റെ ഹൈറ്റ്, ഇപ്പോൾ ഓപ്പൺ കിച്ചണാണ് കൊടുക്കണമെങ്കിൽ കൗണ്ടറിൻ്റെ ഹൈറ്റ്, അതുപോലെ തന്നെ ഡബിൾ ഹൈറ്റ് ആണ് വരുന്നെങ്കിൽ ഹാങ്ങിങ് ലൈറ്റ് എല്ലാം കൊടുക്കണോ, അതിൻ്റെ ഹുക്ക് കാര്യങ്ങൾ, അതുപോലെ തന്നെ എല്ലാം നമുക്ക് ഡിസൈഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്താൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ പൊസിഷനും കാര്യങ്ങളും. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഫുൾ കോൺട്രാക്റ്റ് ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഇലക്ട്രിക്കൽ പോയിന്റ്സ് കാര്യങ്ങളൊക്കെ അതിൽ മെൻഷൻ ചെയ്യും. ഇപ്പോൾ റൂമിൽ എത്രത്തോളം ഇലക്ട്രിക്കൽ പോയിന്റ്സ് വരും, ഇല്ലെങ്കിൽ ഒരു കിച്ചണിൽ എത്രത്തോളം വരും. ഇപ്പോൾ നമ്മൾ എക്സ്ട്രാ ഒരു പോയിന്റ് ആ ഒരു ഫൈനലാണ് ഡിസൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ കൺസ്ട്രക്ഷൻ സമയത്ത് പറയുമ്പോൾ ഏതൊരു കോൺട്രാക്ടറും ആ ഒരു പോയിന്റ് എക്സ്ട്രാ ചോദിക്കുന്നത് ചിലപ്പോൾ ഒരു 20 to 25,000 അകത്തായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ എഗ്രിമെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പ്ലാനും 3D ഇൻറ്റീരിയറൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ പിന്നീട് നമുക്കൊന്നും മിസ്സാവില്ല, പിന്നെ ഒന്നും എക്സ്ട്രാ വർക്കായിട്ട് നമുക്ക് വരികയില്ല. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോയിലൂടെ ഫുള്ളി പ്ലാന് 3D ഇൻറ്റീരിയറൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ പ്ലാനും 3D എലിവേഷനും ഇൻറ്റീരിയർ ഡിസൈനും ഒക്കെ നമ്മളെ ചാനലിൽ ഫുള്ളി ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ലഭിക്കാൻ വേണ്ടി ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വീടിൻ്റെയും പ്ലാനോ 3D എലിവേഷനോ ഇൻറ്റീരിയർ ഡിസൈനോ ചെയ്യണമെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫോൺ നമ്പർ നൽകിയിരിക്കുന്നു. ഏറ്റവും മിതമായ നിരക്കിൽ തന്നെ ചെയ്തു തരുന്നതാണ്.